തെക്കൻ ലബനനിലെ ക്രൈസ്തവ ഗ്രാമമായ ഡെബലിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപത്തെ അപമാനിച്ച 2 സൈനികർക്ക് തടവ് ശിക്ഷ വിധിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന. മാതാവിന്റെ രൂപത്തിൽ സിഗരറ്റ് വെച്ച സൈനികന് 3 ആഴ്ചയും ഇതിന്റെ ചിത്രമെടുത്ത സൈനികന് 2 ആഴ്ചയുമാണ് സൈനിക ജയിലിൽ ശിക്ഷ ലഭിച്ചത്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഭവത്തിന്റെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്. ദൃശ്യം വിവാദമായതോടെ സൈന്യം അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. 162-ാം ഡിവിഷൻ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ സഗാവ് ദാഹാന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് സൈനികർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നടന്ന സംഭവത്തിന്റെ ചിത്രം കഴിഞ്ഞ ദിവസമാണ് പുറംലോകം അറിഞ്ഞത്. സംഭവം അതീവ ഗൗരവകരമാണെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. എല്ലാ മതവിഭാഗങ്ങളുടെയും ആരാധനാ സ്വാതന്ത്ര്യത്തെയും വിശുദ്ധ കേന്ദ്രങ്ങളെയും വിശ്വാസത്തെയും സൈന്യം ബഹുമാനിക്കുന്നു. മതസ്ഥാപനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് സൈനികർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതാണെന്നും സൈന്യം വ്യക്തമാക്കി. ഡെബൽ ഗ്രാമത്തിൽ സൈനികരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന 3ാമത്തെ അതിക്രമമാണിത്. കഴിഞ്ഞ മാസം ഇതേ ഗ്രാമത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിത രൂപം തകർത്ത സൈനികനെ ഡ്യൂട്ടിയിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. കൂടാതെ ഇവിടുത്തെ സോളാർ പാനലുകൾ സൈനിക വാഹനങ്ങൾ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിനിടയിലും ലബനനിലെ ക്രൈസ്തവ ഗ്രാമങ്ങളോട് ഒഴിയാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ സമീപകാലത്ത് ക്രൈസ്തവ വിശ്വാസികൾക്കും വിശുദ്ധ കേന്ദ്രങ്ങൾക്കും നേരെ സൈനികരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം പ്രവൃത്തികൾ ഇസ്രായേലിന്റെ പ്രതിച്ഛായയെ രാജ്യാന്തര തലത്തിൽ ബാധിച്ചിട്ടുണ്ട്.